ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തൻ്റെ വീട്ടിൽ അവനു വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി. ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഫരീസയരും നിയമജ്ഞരും പിറുപിറുപ്പോടെ അവൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ത്? യേശു അവരോട് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ കണ്ടത് ഈശോ തന്നെ മനുഷ്യകുലത്തിൻ്റെ മണവാളനായി അവതരിപ്പിക്കുന്ന വചനഭാഗമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തുടർന്ന് വിചിന്തനം ചെയ്യുന്നത് ആരൊക്കെയാണ് ഈശോയുടെ മണവാട്ടിമാരായി തിരഞ്ഞെടുക്കപ്പെടുന്നത്, ആരെയാണ് ഈശോ തൻ്റെ കൂടെ കൂട്ടുന്നത്. നമ്മൾ വായിച്ചു, ഈശോ ചുങ്കക്കാരനായ ലേവിയെ തിരഞ്ഞെടുക്കുന്നു. അവൻ്റെ കൂടെ ചുങ്കക്കാരും പാപികളുമെന്ന് ലോകം മുദ്രകുത്തപ്പെട്ട എല്ലാവരും വരുന്നു. ലോകത്തിൻ്റെ മുൻപിൽ പാപികളെന്ന് മുദ്രകുത്തപ്പെട്ടവരെല്ലാവരും ഇതാ ഈശോയുടെ മണവാട്ടിമാരായിട്ട് ഈശോയുടെ കൂടെ വിരുന്നിനിരിക്കുന്ന സുന്ദരമായൊരു കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. ഈ സുന്ദരമായ കാഴ്ചയിൽ ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ വിളിക്കാനാണ്, നീതിമാന്മാരെ വിളിക്കാനല്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, ആരാണ് ഈ നീതിമാന്മാർ, ആരാണ് ഈ പാപികൾ? വചനം പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യരിൽ പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ തിരുവചനം, എല്ലാവരും പാപം ചെയ്യുകയും ദൈവമഹത്വത്തിന് അയോഗ്യരായി തീരുകയും ചെയ്തു. നീതിമാന്മാരായി ആരുമില്ല. അപ്പോൾ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് എല്ലാ മനുഷ്യരെയും വിളിക്കാൻ വേണ്ടിയാണ്. നമ്മൾ 99 ആടിനെ ആലയിൽ വിട്ടിട്ട്, മരുഭൂമിയിൽ വിട്ടിട്ട് വഴിതെറ്റിപ്പോയ ഒന്നിനെ അന്വേഷിച്ചു പോകുന്ന നല്ല ഇടയന്റെ കഥ കേട്ടിട്ടുണ്ട്. അനുതാപം ആവശ്യമില്ലാത്ത 99 പേർ ആരാണ്? അവര് മാലാഖമാരാണ്, അവര് സ്വർഗത്തിലാണ്. അവരെ അവിടെ വിട്ടിട്ട് ഇത് ഭൂമിയിൽ വഴിതെറ്റിപ്പോയ ആ മനുഷ്യകുലമെന്ന് പറയുന്ന ആ ഒന്നിനെ മുഴുവനെയും, മനുഷ്യകുലത്തെ അന്വേഷിച്ച് ആ ഇടയൻ വരികയും മനുഷ്യകുലമെന്ന് പറയുന്ന ആ ഒരാടിനെ തോളിലേറ്റി സ്വർഗമെന്ന ആലയിലേക്ക് നടന്നു പോവുകയും ചെയ്യുന്ന ഇടയൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകനെ ആവശ്യമില്ലാത്ത ഒരാൾ പോലുമില്ല, പാപമോചനം ആവശ്യമില്ലാത്തൊരു മനുഷ്യനില്ല. എല്ലാ മനുഷ്യനും ഈ പാപമോചനം ആവശ്യമാണ്, രക്ഷകനെ ആവശ്യമാണ്. അതുകൊണ്ട് ഈശോ തൻ്റെ അടുക്കലേക്ക് എല്ലാവരെയും വിളിക്കുകയാണ്. ഈശോ പറയുകയാണ്, അങ്ങനെ വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം ഞാൻ നീതിമാനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അതൊരു തെറ്റിദ്ധാരണയാണ്, അതൊരു അന്ധതയാണ്. പാപമില്ലാത്ത മനുഷ്യനില്ല. അപ്പോൾ ഈശോയുടെ പീഡാസഹനവും ഈശോയുടെ കുരിശു മരണവും ധ്യാനിക്കുന്ന ഈ തപസ് കാലത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു ഉൾബോധ്യം, എനിക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ട് എന്നൊരു ബോധ്യമാണ്.
ഞാൻ പാപത്തിൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടൊരു മനുഷ്യനാണ് എന്നൊരു ബോധ്യമാണ്. ഈശോയെ കൂടാതെ, ഒരു രക്ഷകനെ കൂടാതെ എനിക്ക് രക്ഷയില്ല എന്നൊരു ബോധ്യമാണ്. അപ്പോൾ ഈ രക്ഷാകര പ്രവൃത്തി എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റം വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും മൂലം ആണ്, അല്ലെങ്കിൽ അത് വഴി മാത്രമാണ് ഞാൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടുകൂടെ വേണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ തപസ് കാലത്തിൻ്റെ ഈ യാത്ര മുന്നോട്ട് പോകാൻ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് സാധിക്കുന്ന ഇടത്ത് മുട്ടുകുത്തി ഞാൻ പാപിയാണ് എന്ന ഒരു ബോധ്യം, എനിക്ക് അനുതാപം ആവശ്യമുണ്ട് എന്ന ബോധ്യം, എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിലുമുള്ള തെറ്റുകൾ ഈശോയുടെ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞ് തെറ്റുതിരുത്തി മുന്നോട്ട് പോകാനുള്ള ആ ഒരു ബോധ്യം ലഭിക്കാൻ വേണ്ടി നമുക്കൊരു മിനിറ്റ്, ഒരു സമയം ഒന്ന് സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഈ രാത്രിയിൽ കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പഠിക്കുന്ന മക്കളുണ്ട്, പരീക്ഷകളുടെ കാലമാണ്, പരീക്ഷകൾ എഴുതുന്ന സമയമാണ്. 10ാം ക്ലാസ്സിലും 11ലും 12ലുമൊക്കെ പഠിക്കുന്ന മക്കളുടെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ജ്ഞാനത്തിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവ് വളർച്ചയും ഉയർച്ചയും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, നല്ല സ്വപ്നങ്ങളൊക്കെയുള്ള രാത്രി, നന്നായി വിശ്രമിക്കാൻ പറ്റുന്നൊരു രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ഉണർവോടുകൂടെ, ഊർജത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. ഈ സമയത്ത് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെ പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.